റോഡ് സ്മാർട്ട് ആകുന്നതിന്റെ പേരിൽ കുത്തിപ്പൊളിച്ചിട്ടിട്ട് 6-7 മാസം കഴിഞ്ഞിരിക്കുന്നു, 8 മാസമായിരിക്കുന്നു. അതുകൊണ്ട് റോഡിലെ യാത്രാ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ വീടുകളിലേക്കുള്ള പൈപ്പ് കണക്ഷൻ എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് വെള്ളം കിട്ടുന്നില്ല. ഈ വിവരം അറിഞ്ഞ നമ്മൾ ഈ ദൃശ്യം പകർത്തുന്നുണ്ട് എന്നറിഞ്ഞ് ഈ നാട്ടിലെ അമ്മമാരും സ്ത്രീജനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങളെല്ലാം അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും ഒക്കെ ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രദീപ് ചേട്ടനാണ്. പ്രദീപ് അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഇവിടെ ഈ പ്രശ്നം, ഈ മേഖലയിലെ ഈ കുടിവെള്ള പ്രശ്നം അടക്കമുള്ളത് പരിഹരിക്കാതെയാണോ, അല്ലെങ്കിൽ അതിനൊന്നും ഒരു എന്താണ് അതിന് മറുമരുന്ന് കാണാതെയാണോ ഇത്തരത്തിൽ ഈ റോഡെല്ലാം വെട്ടിപ്പൊളിച്ചത്? ഇത് 2 കൊല്ലത്തിൽ കൂടുതലായി. ഇത് റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ഈ സൈഡിലുള്ളവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ പേര് ഓൺ ദ ലൈൻ തെക്കാടിനാണ്. അപ്പോൾ തെക്കാടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തെക്കാടുള്ളവരും എല്ലാവരും ചേർന്നുള്ള ഇതാണ്. ഞങ്ങൾ ഇതേപോലെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്, ഇടപെട്ട് അതിൻ്റെ അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. ഇത് തന്നെ 2 കൊല്ലത്തിൽ കൂടുതലായി. ഈ വീടുകളിലെല്ലാം വെള്ളം കയറുകയാണ്. ഇത് ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ കണക്ട് ചെയ്യണത് ഈ വെള്ളം വന്ന് ഇവിടെ കെട്ടും. അത് കണക്ട് ചെയ്ത് ആ ഓടയിലോട്ട് ഇറക്കിയിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവർ തന്നെ 4 മണിക്കൊക്കെ എണീറ്റാണ് കുറച്ച് വെള്ളം പിടിക്കുന്നത്. വന്നില്ലെങ്കിൽ അത് ഈ ടാങ്കർ ലോറിയിലൊക്കെ വന്നാണ് അടിക്കുന്നത്. ടാങ്കർ ലോറി പോകാനുള്ള വഴിയൊന്നും ഇല്ല, വഴിയില്ല. അപ്പോൾ ഇവിടെ വന്ന് വെള്ളം എടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ കുറച്ച് പ്രായമായവരൊക്കെയാണ്, ഒരുപാട് പ്രായമായവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ 2 കൊല്ലത്തിൽ കൂടുതലായി ഇവർ അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടേ കൂടുതലായി. ഇതിപ്പോ റോഡ് പൊളിക്കാൻ തുടങ്ങിയിട്ട് 6-8 മാസമല്ലേ ആയുള്ളൂ. നമുക്ക് വരണത് 7-8 കൊല്ലമായിട്ട് നമുക്ക് പകലൊന്നും വരില്ല, വെള്ളമില്ല. അതറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. നമുക്ക് രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് പിടിക്കും, വെള്ളം പിടിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് ചെയ്യണത്. അല്ലാതെ നമുക്ക് ഇപ്പൊ ഒട്ടും വരണില്ല. ഈ റോഡ് നന്നാക്കിയ ഇതാക്കിയ ശേഷം ഒട്ടും വരണില്ല വെള്ളം. അപ്പം നമുക്ക് പകരം കിണർ സംവിധാനം ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. അല്ല, ഇതിപ്പോ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുട്ടികൾ, പ്രായമായവർ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാ, തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നല്ല ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. ഇത് കുറെ നാളായിട്ട് തീരുന്നില്ലല്ലോ. നാളായിട്ട് വെളുപ്പിനെ 4 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ഞങ്ങൾ വെള്ളം പിടിക്കുന്നത്. പകല് വരാറേയില്ല വെള്ളം. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.